രണ്ട് തവണ പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവും ചുവരെഴുത്ത് പോസ്റ്റർ പ്രചാരണവും തൃശൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുന്നുവെന്ന് ഉറപ്പ് നൽകുന്നു. 3 സ്ഥാനാർത്ഥികളെയും അനൌദ്യോഗികമായി രംഗത്തിറക്കി പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു ശക്തന്റെ തട്ടകത്തിൽ പാർട്ടികൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ പോര് മുറുകുകയാണ് തൃശൂരിൽ. ടി.എൻ. പ്രതാപനും സുരേഷ് ഗോപിക്കും പുറകെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വി.എസ്. സുനിൽകുമാറിനെ കൂടി രംഗത്തിറക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ സുനിൽകുമാറിന്റെ ഫോട്ടോയും ചിഹ്നവും വെച്ച് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ സുരേഷ് ഗോപിക്ക് വേണ്ടിയും ടി.എൻ. പ്രതാപന് വേണ്ടിയും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രിയുടെ വരവിന് ശേഷം വാക്പോരും തൃശൂരിനെ ചൊല്ലി ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലാണ് തൃശൂരിൽ മത്സരമെന്ന ടി.എൻ. പ്രതാപന്റെ പ്രസ്താവനയും മോദിയുടെ സന്ദർശനവും വിമർശിച്ച് മന്ത്രി കെ രാജൻ രംഗത്തെത്തി. ഇത്രയും നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രസ്താവനകളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് ഗുണകരമാണോ എന്ന് വ്യക്തിപരമായി ചിന്തിക്കണം. പക്ഷേ കോൺഗ്രസിന് രാഷ്ട്രീയമുണ്ടെങ്കിൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണം. കോൺഗ്രസിൻ്റെ നേതൃത്വം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണം. നിങ്ങൾ തമ്മിലാണ് മത്സരം എന്ന് കരുതുന്ന വിധത്തിൽ എന്തെങ്കിലും ഈ തൃശ്ശൂരിൽ നടക്കുന്നുണ്ടോ? എന്തിനാണ് അനാവശ്യമായി ബി.ജെ.പിയെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ, ബി.ജെ.പിയോട് ചേർന്ന് നിൽക്കാൻ, ഞങ്ങളും നിങ്ങളും തമ്മിലാണ് മത്സരമെന്ന് പറയാൻ? അതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മതനിരപേക്ഷമായിട്ടുള്ള തൃശ്ശൂർ തിരിച്ചറിയും. അത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുകയും ചെയ്യാം. CPM ബി.ജെ.പി കൂട്ടുകെട്ടാണ് തൃശൂരിലെന്നും ഇതിൽ CPIയെ ബലിയാടാക്കുന്നുവെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വിമർശിച്ചു. അന്തർധാര വ്യക്തമായി കഴിഞ്ഞു. തൃശ്ശൂർ ഏതാണ്ട് CPIനെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഇനി ബാക്കി ഘടകകക്ഷിനെ അവിടെ കുരുതി കൊടുക്കുന്നുള്ളത് ഇലക്ഷനിൽ കാണാം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ പ്രാദേശിക തലത്തിൽ സംഘടനാ സംവിധാനങ്ങൾ സജീവമാക്കാനുള്ള നീക്കത്തിലാണ് എല്ലാ മുന്നണികളും. അതിനായുള്ള ഒരുക്കങ്ങളും തകൃതിയാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.